ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് കൂടും, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ടിത് തിളച്ചതിന് ശേഷം ഇറക്കി വെച്ച് റാസ്ബെറിയുടെ 80 ഗ്രാം വരുന്ന ജെല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിലുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്നത് വരെ നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നോർമലായിട്ടുള്ള ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ബൗളിൽ ഒരു തുള്ളി ഓയിൽ തടവിയിട്ട് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് സെറ്റാവാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ജെല്ലി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് വെച്ച് കൊടുക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. വലിയവരെക്കാളും ഒക്കെ കുട്ടികൾക്കായിരിക്കും കേട്ടോ ഈ ഒരു ജെല്ലി പുഡിങ് കൂടുതൽ ഇഷ്ടമാവുക. അപ്പോൾ എല്ലാവരും സ്ട്രോബെറിയുടെ ജെല്ലിയൊക്കെ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.